നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ DMK MLA-മാരുടെ യോഗം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. നിയമസഭയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയുടെ തലവൻ എന്ന നിലയിൽ ഉദയനിധി തന്നെ പ്രതിപക്ഷ നേതാവാകും. KN നെഹ്റു ഉപനേതാവും AV വേലു ചീഫ് വിപ്പുമായിരിക്കും. DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ കൊളത്തൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഉദയനിധി നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്. DMKക്ക് 59 MLA-മാരാണുള്ളത്. 35 DMK മന്ത്രിമാരിൽ 15 പേരും തോറ്റിരുന്നു. ഉദയനിധി സ്റ്റാലിൻ ചെന്നൈയിലെ ചോപ്പകം തിരുനെല്ലിക്കണി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. ആണ്ടവന് മീതെ ആണയിട്ടായിരുന്നു വിജയുടെ സത്യപ്രതിജ്ഞ. സിനിമാ സ്റ്റൈലിൽ പഞ്ച് ഡയലോഗുകൾ പറയുന്ന പോലെ വിജയ് പ്രതിജ്ഞാവാചകം പേപ്പറിൽ നോക്കി വായിക്കാതെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രണ്ടാമത്തെ ഭാഗം മാത്രമാണ് വിജയ് നോക്കി വായിച്ചത്. രാഷ്ട്രീയ നേതാക്കളുടെ പരമ്പരാഗത വെള്ള ഷർട്ടും വേഷ്ടിയും ധരിക്കാതെ വെളുപ്പും കറുപ്പും നിറത്തിലുള്ള സ്യൂട്ടും കോട്ടും ധരിച്ച് സ്റ്റൈലിഷായി ജെൻസി മുഖ്യമന്ത്രിയായാണ് വിജയ് എത്തിയത്. TVK നേതാക്കളായ N ആനന്ദ്, ആദവ് അർജുന, ഡോക്ടർ KG അരുൺരാജ്, K ശെങ്കോട്ടയാൻ, P വെങ്കട്ടരമണൻ, CTR നിർമ്മൽകുമാർ, രാജ്മോഹൻ, ഡോക്ടർ TK പ്രഭു, S കീർത്തന എന്നീ 9 പേരാണ് വിജയ്ക്കൊപ്പം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത്. 29-കാരിയായ ശിവകാശി MLA S കീർത്തനയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി MP-യും വിജയുടെ മാതാപിതാക്കളായ സംവിധായകൻ SA ചന്ദ്രശേഖർ, ശോഭ ദമ്പതികളും നടി തൃഷ കൃഷ്ണനും ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളും മുൻനിരയിലുണ്ടായിരുന്നു. DMK നേതാക്കളായ MK സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ, അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാൾ പളനിസ്വാമി, നാം തമിഴൻ കക്ഷി നേതാവ് സീമൻ എന്നിവർ പങ്കെടുത്തില്ല. വിജയ്ക്ക് പിന്തുണ നൽകുന്ന VCKയുടെ നേതാവ് T തിരുമണവളന്റെ സാന്നിധ്യവും ശ്രദ്ധിക്കപ്പെട്ടു. 5000-ഓളം വിശിഷ്ടാതിഥികളും സ്റ്റേഡിയം പവലിനുകളിൽ ആയിരക്കണക്കിന് TVK പ്രവർത്തകരുമായി സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. ചടങ്ങിൽ വന്ദേ മാതരം, ദേശീയഗാനം, സംസ്ഥാന ഔദ്യോഗിക ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് ആലാപനത്തിന് ശേഷമാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം അതേ വേദിയിൽ പ്രസംഗിച്ച വിജയ് രാഹുൽ ഗാന്ധിയെ ബ്രദർ എന്ന് പറഞ്ഞാണ് അഭിസംബോധന ചെയ്തത്. ചടങ്ങിനിടെ വിജയ് തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് സെൽഫി വീഡിയോ എടുത്തതും ശ്രദ്ധേയമായി. കോൺഗ്രസിൽ നിന്ന് ആരും സത്യപ്രതിജ്ഞ ചെയ്തില്ല. കോൺഗ്രസ് മന്ത്രിമാരെ വിശ്വാസ വോട്ടിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് വിജയ് സർക്കാർ രൂപീകരിച്ചത്. സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം സെന്റ് ജോർജ് കോട്ടയിലെ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രി കസേരയിൽ ഉപവിഷ്ടനായി. ഉന്നത ഉദ്യോഗസ്ഥർ ബൊക്കകൾ നൽകി വരവേറ്റു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്.